ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് സന്ദേശം 4-ാം ദിവസം. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈശോയുടെ ആഗമനത്തെക്കുറിച്ച് പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ഈശോ മനുഷ്യരെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്, മനുഷ്യരെ ശക്തിപ്പെടുത്താൻ വന്നതാണ്, ഈ ലോകത്തിലെ തിന്മയ്ക്കെതിരെ പോരാടാൻ വന്നതാണ്, ഈശോ മനുഷ്യരെ പഠിപ്പിക്കാൻ വന്നതാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിച്ചാൽ ഈശോ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ലോകത്തിന് ഈശോ കൊടുത്ത ഏറ്റവും വലിയ ദാനം രക്ഷയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, തന്നിൽ വിശ്വസിച്ചവർക്ക്, തന്നെ സ്വീകരിച്ചവർക്ക് അവിടുന്ന് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. നമ്മെ ദൈവമക്കളാക്കാൻ വേണ്ടിയാണ് ദൈവപുത്രനായ ഈശോ മനുഷ്യപുത്രനായി അവതരിച്ചത്. ഈശോയുടെ ലക്ഷ്യം മനുഷ്യരെ ദൈവമക്കളാക്കുക എന്നതായിരുന്നു. അപ്പോൾ ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ നമ്മളെല്ലാവരും ആദ്യമായി ആഗ്രഹിക്കേണ്ടത് ഈ രക്ഷ സ്വന്തമാക്കാൻ വേണ്ടിയാണ്, ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടിയാണ്. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിലേക്ക് ഉയരണം എന്നതിനെക്കുറിച്ച് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ദൈവമക്കളാകണം എന്നതിനെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-17 വചനങ്ങളിൽ വളരെ വ്യക്തമായി വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്. നിത്യജീവൻ പ്രാപിക്കണം, അപ്പോഴാണ് ഈ ക്രിസ്മസ് അർത്ഥപൂർണമാകുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം, ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാനായി ആഗ്രഹിക്കാം. ഈശോ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായ രക്ഷയിലേക്ക് നയിക്കപ്പെടാൻ, നിത്യജീവൻ സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആ രക്ഷയിലേക്ക് മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.